നമ്മൾ ഒരുപാട് പരാജയപ്പെട്ടിരിക്കുന്ന സമയത്തും നമുക്ക് സന്തോഷിക്കാൻ നമുക്ക് ചുറ്റും 100 കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇല്ലല്ലേ? പക്ഷെ നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന കാരണങ്ങൾ എന്താണ്, ആരൊക്കെയാണ് എന്നുള്ളത് ഒരു ലിസ്റ്റ് തന്നെ നിങ്ങളുടെ കയ്യിൽ കാണുമല്ലേ? എന്താ നിങ്ങൾക്ക് സങ്കടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 100 ലിസ്റ്റ് കാണും. ആ കാരണം, ഈ കാരണം, അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, അങ്ങനെയൊക്കെ. അതുപോലെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ കാരണങ്ങളുണ്ടെന്നുള്ള ഒരു ലിസ്റ്റ് ആരുടെയും കയ്യിലുണ്ടോ? ആരുടെയും കയ്യിൽ കാണില്ലല്ലേ? നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? 2 കാലിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടോ? വായി തോന്നുന്നതൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ? മഴ നനയാതെ കയറി കിടക്കാൻ ഒരു കൂരയുണ്ടോ? ഇതെല്ലാം ഉണ്ടായിട്ടും എങ്ങനെ ഹാപ്പി ആകാമെന്ന് തിരക്ക് നടക്കുവാണല്ലേ? കഷ്ടം. നിങ്ങളെ അനുഭവിക്കുന്ന ഭാഗ്യങ്ങളൊക്കെ സ്വപ്നം മാത്രം കണ്ട് ജീവിക്കുന്ന എത്ര മനുഷ്യർ നമ്മുടെ ഈ ലോകത്തുണ്ടെന്നറിയാമോ? പ്രഭാത കർമ്മങ്ങളൊക്കെ ഒന്ന് തനിയെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, മനോഹരമായ ഈ ഒരു ലോകം കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, സ്വന്തം കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ പറ്റാത്ത, സ്വന്തം കുഞ്ഞിന്റെ കരച്ചിലൊന്ന് കേൾക്കാൻ പറ്റാത്ത, എന്റെ അച്ഛനും അമ്മയും കണ്ടിട്ടൊന്ന് മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള എത്ര പേരുണ്ടെന്നറിയാമോ ഈ ലോകത്ത്? ഈ മനോഹരമായ ലോകത്തെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? എന്നിട്ട് സന്തോഷത്തിന്റെ താക്കോൽ തപ്പി നടക്കുക നമ്മളെല്ലാരും അല്ലേ? നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സങ്കടപ്പെടാൻ നമുക്കൊന്നും ഒരർഹതയും ഇല്ല, ഒരവകാശവും ഇല്ല.